யாரு? என்ன ஆகு இன்னும் கல்யாண கோஷ்டி வரலன்னு பாக்குறியா? கல்யாணம் நேத்து ராத்திரியே முடிஞ்சு போச்சு. இப்போ ரிசப்ஷன். புரியல? பண்ண வீடு, ரெண்டே பேரு, உன் மொத்த டாக்குமெண்ட்ஸும் அபேஸ். ஏய், யாரா நீ? பராசக்தி ஹீரோடா. சிவாஜி, பேரை கேட்ட உடனே சும்மா அதறது இல்ல. என்ன பண்ண போற? வரம் வியாபாரம். Iran, we beg you, please stop the attacks. Half of Israel is gone. We surrender. Just stop this destruction. ونحن اليمين وأنتم شمال ونمحق راية سفيانكم ندوس عليها بأنقى النعال. ആവർത്തിക്കുന്ന അമേരിക്കൻ ഉപരോധങ്ങളിലും വിറയ്ക്കാതെ ഒരു രാജ്യം ആണവരാഷ്ട്രമാകുന്നതിൽ പേടിച്ച് അങ്ങോട്ട് തുടങ്ങിവെച്ച സംഘർഷം ഒരു പാതിരാ കടന്നാക്രമണം ഇസ്രയേൽ കരുതുമട്ടിലായിരുന്നില്ല ഇറാന്റെ തിരിച്ചടി. ആരാലും ആക്രമിക്കപ്പെടാത്തവണ്ണം അങ്ങേയറ്റം സർവൈലൻസ് സൈനിക സുരക്ഷാ രാഷ്ട്രമെന്ന അഹങ്കാരം അവസാനിച്ച് 2 രാത്രികൾ, 2 കാളരാത്രികൾ. വിഖ്യാതമായ അയൺ ഡോം, ഡേവിഡ് സിംഗ് 3, അമേരിക്കൻ താഡ് സംവിധാനങ്ങൾ പാടത്തുകുത്തിയ കോലങ്ങളായപ്പോൾ പാതിരാത്രി അടിവസ്ത്രം മാത്രം ഇട്ടുപോലും ഇറങ്ങിയോടി ബങ്കറിലൊളിച്ച് ഇസ്രയേലുകൾ ആ മൈറ്റിയ രാഷ്ട്രത്തിന് അസാധാരണമാണ്. ആ സൈനിക ശക്തികേന്ദ്രം ടെല്ലവീവിൽ, ബത്തയാമിൽ, ഹൈഫയിൽ, താമ്രയിൽ ഡ്രോണുകളും ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകളും തീർത്ത തീമഴയിൽ വിറച്ചു നിൽക്കൽ ഇൻകൺവിൻസിബിൾ എന്ന് അവകാശപ്പെടുന്ന ആ രാജ്യത്തിന് അസാധാരണമാണ്. എണ്ണപ്പാടങ്ങൾക്ക് തീയിട്ട് തുടരുന്ന ആ പ്രകോപനത്തിന്റെ തിരിച്ചടി തുടർച്ച പേടിച്ചാണോ, അതോ ആയിരക്കണക്കിന് 10,000-കണക്കിന് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിയിട്ടും സ്വന്തം രാജ്യത്തിന്റെ ബന്ദികളെ മോചിപ്പിക്കാനാവാത്ത IDF കഴിവുകേടിൽ നാട്ടിലെ പ്രതിഷേധം ഭയന്നാണോ എന്നറിയില്ല. പ്രധാനമന്ത്രി പുത്രന്റെ കല്യാണം മാറ്റിവെച്ച വാർത്ത പറയലാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ. അവധി കഴിഞ്ഞ് തുറക്കേണ്ട സ്കൂളുകൾ, ഓഫീസുകൾ പൂട്ടി, ബംഗൂറിയൻ എയർപോർട്ടും അടച്ച് ഒരു രാജ്യമൊന്നാകെ ബങ്കറുകളിൽ പൂണ്ടുപോയ ഗതികേടിൽ ലോകം കണ്ട ഗാസ മോഡൽ ചിത്രങ്ങൾ ഒറ്റക്കാര്യം വ്യക്തമാക്കലാണ്. ഒരു സൈന്യമില്ലാത്ത, സൈനിക ശക്തി കൊടുക്കാൻ ആരോരുമില്ലാത്ത, ഒരു രാജ്യം പോലുമല്ലാത്ത പലസ്തീന്റെ ആകാശത്തെ കാർപ്പറ്റ് ബോംബിംഗിൽ പാവങ്ങളെ 10,000-കണക്കിൽ കൊന്നൊടുക്കിയ മട്ടിലാവില്ല ഇറാനുമായുള്ള ഏറ്റുമുട്ടൽ. ആ മേഖലയിലെ ശാക്തി കച്ചേരികളാണ്, എണ്ണം പറഞ്ഞ സൈനിക ശക്തികളാണ്. ആളും ആയുധവും കൊടുക്കാൻ വൻശക്തി രാജ്യങ്ങളുടെ പിന്തുണയുള്ളവരാണ്. മണ്ണിനടിയിൽ ആണവ പോർമുനകൾ ഒളിപ്പിച്ചവരാണ്. ആ ഏറ്റുമുട്ടൽ യുദ്ധമായ നാശമാണ്, പരമനാശം മധ്യേഷ്യയ്ക്ക് മാത്രമല്ല ലോകത്തിനാണ്, ലോകാവസാനത്തിന്റെ ഭീഷണി. ആ പട്ടാള റാങ്കിങ്ങിൽ ആവനാഴി ബലത്തിൽ ബലാബലം നിൽക്കുന്ന രാഷ്ട്രശക്തികളുടെ ഏറ്റുമുട്ടലിൽ, കൂട്ടനാശത്തിന്റെ മുഖാമുഖം നിൽക്കലിൽ ഏക്കും പൂക്കും അറിയാതെ ഇവിടെ കിടന്ന് ഓളിയിടുന്ന സൈബർ അടിമക്കൂട്ടങ്ങൾ, യുദ്ധമുണ്ടാക്കുന്ന ചോരച്ചൊരിച്ചിൽ, നഷ്ടനാശങ്ങളുടെ പരമാവധി എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ശവക്കൂനുകൾക്ക് മുന്നിൽ വാക്കുകളുടെ ഹിംസാ നൃത്തം, തമ്മാടി രാഷ്ട്രങ്ങൾക്ക് നാണം കെട്ട പിന്തുണ?